നമ്മൾ 6 ശ്ലോകങ്ങൾ എടുത്തു. ഇനി 9 ശ്ലോകങ്ങളുണ്ട്. 7. അറിയുന്നുണ്ടില്ലെന്നിങ്ങറിയുന്നീല, അറിയുന്നുണ്ട് ഇല്ലെന്ന് ഇങ്ങറിയുന്നീല, ഏതിലേതെഴുന്നീടും അറിയപ്പെടുമെങ്കിലും അല്ല അറിവല്ലെന്നിങ്ങു നമ്മെ നോക്കിയിടിൽ. നമ്മെ നോക്കിയിടിൽ അറിയുന്നുണ്ട്. നമ്മെ നോക്കിയാൽ നാം അറിയുന്നുണ്ട്. അറിയുന്നുണ്ട് നമ്മെ നോക്കിയിടിൽ. ഇല്ലെന്ന് അറിയുന്നില്ല നമ്മെ നോക്കിയിടിൽ. 2 സത്യങ്ങളാണ്. നമ്മെ നോക്കിയാൽ അറിയുന്നുണ്ട്, നമ്മെ നോക്കിയാൽ അറിയുന്നില്ലെന്ന് അറിയുന്നില്ല, ഇല്ലെന്ന് അറിയുന്നില്ല. നമ്മെ നോക്കിയാൽ അനുഭവം അറിയുന്നു എന്നാണ്. നമ്മെ നോക്കിയാൽ ഇല്ലെന്ന് ഇല്ല എന്നാണ് അനുഭവം. 2 അനുഭവം നമുക്കുണ്ട്. ഒന്ന് ഉണ്മയുടെ അനുഭവം, 2 ഇല്ലായ്മയുടെ അനുഭവം. നമ്മെ നോക്കിയാൽ ഉണ്മയുടെ അനുഭവമുണ്ട്, ഇല്ലായ്മയുടെ അനുഭവം ഇല്ല. ഗണിതയുക്തിക്ക് നെസസറി പ്രൂഫ് എന്നും സഫിഷ്യന്റ് പ്രൂഫ് എന്നും 2 അർത്ഥതലങ്ങളുണ്ട്. ഉണ്മ ഉണ്ട് എന്ന അറിവ് സഫിഷ്യന്റ് ആണ്. ഇല്ലായ്മ ഇല്ല എന്നുള്ളത് നെസസറിയാണ് ശാസ്ത്രത്തിന്റെ തെളിവിന്. ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇല്ല എന്നുള്ളത് ഇല്ലെന്നർത്ഥമാകുന്നില്ല. കാരണം ഉണ്മ കാലികമാണെങ്കിൽ ആ ഉണ്മ ഉണ്മയല്ല. ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ നാമരൂപാത്മകമായി കാണുന്ന ഈ ജഗത്തുമുണ്ട്. ജഗത്തിന്റെ ഉണ്മ ബോധത്തോടൊപ്പം നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് അത് ഉണ്മയല്ല. അതുപോലെ ബോധത്തിന്റെ ഉണ്മയ്ക്കും ഇതേ നിയമം ബാധകമാണ്. അതുകൊണ്ട് സനാതനമായൊരു ഗണിതയുക്തിയിൽ വേണം ഇതിനെ സമീപിക്കാൻ. ആധുനിക ശാസ്ത്രത്തിന്റെ പഠിതാക്കൾക്ക് പോലും ദുർവിജ്ഞേയമായ, അജ്ഞേയമല്ല ദുർവിജ്ഞേയമായ ഒരു സാങ്കേതിക രഹസ്യം അതിനകത്തുണ്ട്. ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഇല്ല എന്നതില്ല എന്ന് പറഞ്ഞാൽ ആ ഉണ്മ അനന്തവും സനാതനവുമായി. ഭഗവത്ഗീതയില് നീ ഇല്ലാതിരുന്നിട്ടില്ല, ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല. ഞാനുണ്ട്, നീയുണ്ട്, രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അത് കാലികമാണ്. ഇപ്പൊ ഗീതാ യുദ്ധത്തിൽ നീ നിപ്പുണ്ട്, ഞാൻ നിപ്പുണ്ട്, രാജാക്കന്മാർ നിപ്പുണ്ട്. അതിൽ പറയുന്ന നീ അർജുനനാണ്, ഞാൻ കൃഷ്ണനാണ്, രാജാക്കന്മാർ ഈ രാജാക്കന്മാരാണ്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ എന്ന് പറയുന്നതിലെ ഞാനും നീയും രാജാക്കന്മാരും ഈ നാമരൂപങ്ങളല്ല, അനന്തമായി അനാദിയായി ഉള്ള ആത്മതത്വമാണ്. അതാണ് ഗണിതയുക്തി. ആ ഗണിതയുക്തിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് പ്രാചീനർ ഏകം എന്നല്ല പറയുക, അദ്വയം എന്നാണ് പറയുക. ഏകം എന്ന് പറഞ്ഞാൽ ഏകമെന്ന് അറിയുന്നവനും ഉണ്ട്, ഏകവുമുണ്ട്. അപ്പൊ രണ്ടായി. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞവനും ഉണ്ട്, പിന്നെ ഈശ്വരനും ഉണ്ട്. അതാണ് ദ്വൈതികളുടെ നിലവാരം. അതിലെ അഹന്ത പോയി ഏകമാവുമ്പോൾ അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏകമേവ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ഒന്ന്, ആ തലത്തിൽ അറിയുന്നത്. അതുകൊണ്ട് ഇവിടെയും നമ്മെ നോക്കിയിട്ട് അന്തർമുഖനായി തീർന്നാൽ, പുറത്തേക്ക് നോക്കരുത്, അകത്തേക്ക് നോക്കണം. ഇതിനുള്ള വഴി നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മളൊക്കെ നോക്കുന്നത് പുറത്തേക്കാണ്. ആ നമ്മെ നോക്കിയിടിൽ സ്വസ്വരൂപാനുസന്ധാനം ചെയ്താൽ അതാ ഇതിന്റെ വഴി. നേരത്തെ നമ്മൾ പറഞ്ഞു, ശങ്കരന്റെ പാതയിൽ നിന്ന് വ്യത്യസ്തനാണോ നാരായണൻ? വൈദിക പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തനാണോ ശങ്കരനും നാരായണനും ഒക്കെ? എന്തെങ്കിലും പുതുത് കണ്ടുപിടിച്ചോ ഈ ആചാര്യന്മാരൊക്കെ? പുതുതൊക്കെ ഇപ്പോഴത്തെ ആചാര്യന്മാരാണ് കണ്ടുപിടിക്കുന്നത്. അവർ പാരമ്പര്യത്തിലാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്നും പുതുത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതിലാണ്. നാരായണ ഗുരു പറഞ്ഞിട്ടുമുണ്ട്, ശങ്കരന്റെ മതമാണ് നമ്മുടെ മതം, അദ്വൈതമാണ്, അതാണ് സനാതനം. ഇനി ശങ്കരനോ, ശങ്കരൻ അങ്ങനൊരു മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് ഔപനിഷദികമാണ്. ഒരു പ്രാഗ് ആചാര്യനെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അനുകമ്പാദശകത്തിലും അതുണ്ട്. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ, അദ്ദേഹം മാത്രമല്ലുള്ള അപ്പറുണ്ട്. അത് കേൾക്കുമ്പോ ചിലർക്കൊരു രോമാഞ്ചം ഉണ്ടാവും. ഓ, അപ്പം നമ്മുടെ ശങ്കരനെ വേണ്ട, അവിടെയും രോമാഞ്ചം വേണ്ട. കാരണം അപ്പറുണ്ട്, മുഹമ്മദുണ്ട്, നബി മുത്തുരത്നമോ, ക്രിസ്തുണ്ട്, പരമേശ പവിത്രപുത്രനോ. ആ പ്രയോഗമൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് പോലും പെട്ടെന്ന് മനസ്സിലാവില്ല. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ, ഭൂതദയാക്ഷമാബ്ധിയോ, ബുദ്ധനോ. കാരണം അവരുടെയൊക്കെ ലോകം ഒന്നാണ്. ആചാര്യന്മാരുടെ ഒരു ഭാവാതീത പാരമ്പര്യത്തിന്റെ ഒരു തലമുണ്ട്. അവർ നമ്മുടെ പാരമ്പര്യത്തിലാണെങ്കിൽ നമുക്കും ആ പാരമ്പര്യം വേണ്ടതാണ്, ആ അനുഭവങ്ങളൊക്കെ വേണ്ടതാണ്. അതില്ല എന്നുള്ളത് കൊണ്ട് നമ്മളും അവരും ഒരു പാരമ്പര്യത്തിലല്ലെന്ന് വേണം അനുഭവം ഇല്ലെങ്കിൽ ധരിക്കാൻ. ലോകമേ വേറെയാണ്. അതുകൊണ്ട് അവരന്തർമുഖമായിട്ടാണ് നോക്കിയത്. നമ്മൾ കാര്യങ്ങളെ അപഗ്രഹിക്കുന്നത് മുഴുവൻ ബഹിർമുഖമായിട്ടാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ബഹുമുഖമാണ്, അന്തർമുഖമല്ല. അന്തർമുഖമായി അറിഞ്ഞിട്ടുള്ളതിന് പരിഹാരം എളുപ്പമാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അന്തർമുഖ ചേതനയിൽ പൂർണ്ണവും അവക്രവും ശുദ്ധവും ആയ പരിഹാരമുണ്ട്. എല്ലാത്തിലും ബഹുശാഖാന്വിതങ്ങളും വക്രങ്ങളുമായ പരിഹാരങ്ങളുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെല്ലാം. ഇത് രണ്ടും തമ്മിലുള്ള അന്തരം. അപ്പൊ നമ്മെ നോക്കിയതിൽ അന്തർമുഖനായി സ്വസ്വരൂപത്തെ അറിഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നുണ്ട്, നമ്മളുണ്ട്. ഉണ്മയുടെ അനുഭവം നാം ഉണ്ടെന്ന് നന്നായി അറിയും.
ഇല്ലെന്ന് ഇങ്ങറിയുന്നില്ല. നമ്മളില്ല എന്ന് ഇവിടെ അനുഭവമില്ല. ഏതിലേത് എഴുന്നീടും. ഈ നമ്മുടെ ഉന്മയിൽ എഴുന്നു നിൽക്കുമോ? മിന്നിമറയുന്ന ദൃശ്യങ്ങളിൽ എഴുന്നു നിൽക്കുമോ? ദൃക്കിൽ നിന്ന് ദൃശ്യമോ ദൃശ്യത്തിൽ നിന്ന് ദൃക്കോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സാധനാകാലത്ത് രണ്ടും, അനുഭൂതികാലത്ത് ഒന്നു മാത്രം. ഇങ്ങനെയാണ് നല്ല ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കാറ്. വഴി ഇതാണ്. ഏതിലേത് എഴുന്നീടും. അനുഭൂതിയിൽ ദൃക്കിൽ ദൃശ്യങ്ങൾ എഴുന്നീടും. സാധനയിൽ അഹന്ത ഉയരാൻ തുടങ്ങുന്നിടത്തെല്ലാം ഈ ദൃശ്യത്തിൽ ഞാനിരിക്കുന്നു എന്നറിയണം. എവിടെയെല്ലാം ദൃശ്യമുണ്ടാകുന്നുവോ അതെല്ലാം ദൃക്കിലാണെന്നും അറിയണം. ദൃശ്യത്തെ സ്മരിക്കുന്ന എല്ലാ വേളയിലും ദൃശ്യം എന്നിലാണെന്നറിയണം. നാമരൂപാത്മകനായ എന്നെ സ്മരിക്കുമ്പോഴെല്ലാം സാധകൻ ഞാൻ ദൃശ്യത്തിലിരിക്കുന്നു എന്നറിയണം. ഇത് തിരിഞ്ഞാൽ ഉണ്ടാൻ വേണ്ടിയായി. നല്ല കുടുംബം, നല്ല സമൂഹം, നല്ല വ്യക്തിബന്ധം, ഇതിനുള്ള മാനേജ്മെന്റ് ഫോർമുല ഇതാണ്. നല്ല അച്ഛൻ, ദൃശ്യമായ മകൻ, ദൃശ്യമായ ഭാര്യ, ദൃശ്യമായ മകൾ, ദൃശ്യമായ കിണ്ടി, ദൃശ്യമായ മുറ്റം, ഇതിലൊക്കെ ദൃശ്യം കണ്ടാൽ അത് എന്നിലാണെന്ന് ബോധിക്കണം. എപ്പോഴെല്ലാം ഞാനെന്നൊരു തോന്നൽ വന്നുവോ അപ്പോഴെല്ലാം അത് ദൃശ്യത്തിലിരിക്കുന്നു എന്നും ബോധിക്കണം. ഗീത ഇതിന് പറയുന്ന ഫോർമുല സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ എന്നാണ്. ഇത് തിരിഞ്ഞുപോയ സംഗതി ആകെ കുഴയും. എന്നെ ഓർക്കുമ്പോഴെല്ലാം എന്നിൽ ലോകമിരിക്കുന്നു എന്ന് നാമരൂപാത്മകമായ എന്നിലാണ് ലോകമെന്നറിയുന്നതും അപരനെ അറിയുമ്പോഴെല്ലാം അപരത്വം അറിയുമ്പോഴെല്ലാം അഹങ്കാരിയായ ഞാനാണ് അതിലെല്ലാം എന്ന് ധരിക്കുന്നതും വളരെ അപകടകരമാണ്. വിചാരത്തിന്റെ സാന്ദ്രമായ രണ്ട് തലങ്ങളാണിത്. ഫോർമുല മനസ്സിലായോന്നറിയില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാലും മനസ്സിലാവില്ല. എങ്കിലും നമുക്കൊന്ന് ഭാഷ മാറ്റി നോക്കാം, ശ്രമിക്കാം. അതായത് വീട്, അത് അപരങ്ങളായ ചിന്തകളെ ധരിക്കുമ്പോഴെല്ലാം, എനിക്ക് വെളിയിലുള്ള ദൃശ്യത്തെ പരിഗണിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്ന ദൃശ്യം എന്നിലാണ് എന്ന് ഞാൻ ധരിച്ചാൽ, മകനൊന്ന് തുമ്മിയാൽ, മകളൊന്ന് തലകറങ്ങിയാൽ, വീടിൻ്റെ ഒരു ഭാഗമൊന്ന് പൊളിഞ്ഞാൽ, ഒരുവൻ തരാനുള്ള 10 രൂപ തന്നില്ലെങ്കിൽ മനസ്സിളകില്ല. എന്നിലാണ് അവൻ, എന്നിലാണ് അവൾ, എന്നിലാണ് ഈ കാണായ ജഗത്ത്. ഇത് എന്റെ അഹന്തയുടെ വെളിപാടുകളിൽ പെട്ടാൽ അപകടമായി. അപ്പൊ എന്നോട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോഴെല്ലാം
ഞാൻ ഇതിലാണ് ഇരിക്കുന്നത് എന്ന് അതിന് പ്രാധാന്യം കൊടുത്താൽ എന്നെ സംബന്ധിക്കുന്നവയിലെല്ലാം ദൃശ്യത്തിന് പ്രാധാന്യവും ദൃശ്യത്തെ സംബന്ധിക്കുന്നവയിലെല്ലാം എന്നിലാണ് അതെന്ന പ്രാധാന്യവും പരസ്പരം കൈമാറി ഉപയോഗിക്കുവാനുള്ള അറിവ് കൈവന്നാൽ സാധന ഉന്നതമാണ്. ഒരു സ്വാമിയെ ഒരാൾ പോയി നമസ്കരിക്കുകയാണ്. സാധക തലത്തിലാണ് സ്വാമിയെങ്കിൽ അവന്റെ തലയിലുണ്ടെന്നറിയും, തന്റെ കാലയിലുണ്ടെന്നറിയില്ല. എന്റെ കാലയിലുള്ളത് കൊണ്ട് നമസ്കരിക്കുന്നു എന്നറിഞ്ഞാൽ ഒരാൾ നമസ്കരിച്ച പോലെ അല്ല രണ്ടാമത്തെയാൾ നമസ്കരിച്ചതെങ്കിൽ സ്വാമിയുടെ ഭാവമൊക്കെ മാറും. ആദ്യത്തെ ആള് ദീർഘദണ്ഡ നമസ്കാരം നടത്തി, മറ്റേയാൾ മുട്ടുകുത്തിയുള്ളൂ, മറ്റേയാൾ തൊട്ട് തൊഴുതേ ഉള്ളൂ. എന്താടാ നടുവൊടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല പോകുമ്പം ശിഷ്യനോട് പറയും, ആദ്യത്തവൻ നീണ്ടു നമസ്കരിക്കും, മറ്റവൻ കുറച്ച് അഹങ്കാരിയാണെന്ന് തോന്നുന്നു, അങ്ങ് വളയാനൊരു പ്രയാസം. അപ്പൊ ഇങ്ങനെ അവനവനെ ചേർത്ത് ചിന്തിക്കും. എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേ. അപ്പോ ഈ ഭാവമുണ്ടാകുന്നത് ഞാനെന്ന അഹന്തയുടെ വളർച്ചയ്ക്ക് കാരണമാവും. എനിക്കൊരാൾ ഭിക്ഷ തരുമ്പോൾ ആ വസ്തു എന്നോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ ഞാനുണ്ട് എന്നറിഞ്ഞാൽ നിന്ദിക്കില്ല. അപ്പൊ അതിൽ നിന്നൊരു ചോറ് താഴെ വീണാൽ എടുത്ത ഇലയിൽ വയ്ക്കും. അപ്പോൾ ആ തറയുടെ അശുദ്ധി, ആ തറയിൽ മണ്ണുണ്ട് ചെളിയുണ്ട് എന്നൊന്നും അവന് രോഗവുമാവില്ല. അതിലെല്ലാം ആ അണുകങ്ങളിലെല്ലാം ഞാനായതുകൊണ്ട് അതെല്ലാം ആരോഗ്യമായി തീരും. കാരണം ഇവിടെ മെഴുകിയ തറയിൽ വീണ ചോറൊക്കെ വാരി ഉണ്ടിട്ടും ഒരാൾക്കും ഒരു ഉദരരോഗവും വന്നില്ല. ഇതൊക്കെ ശുദ്ധവൃത്തികളോടെ അണുനാശകങ്ങൾ അടിച്ചുണ്ടിട്ടും നിങ്ങളൊക്കെ രോഗികളാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. ആ താഴെ വീണതിൽ ഞാനുണ്ട്. അന്നൊക്കെ ഒരു അമ്മ അരി കഴുകി ഇടുകയാണെങ്കിൽ ഇന്നത്തെ അമ്മമാരിടുന്ന പോലെ കുറച്ച് കല്ലും കുറച്ച് അരിയും കൂടെ ഒന്ന് ഒരേറ് വെച്ച് കൊടുക്കും. അത് അരിച്ചെടുക്കുന്ന നേരം ഉണ്ടെങ്കിൽ വേറെ പണി ചെയ്യാം. ഒരു സീരിയല് കാണാം. മറ്റത് എത്ര പൈസ ഉണ്ടെങ്കിലും ആ അരി പോകാൻ സമ്മതിക്കില്ല. കാരണം അതിൽ ഞാനുണ്ട്. എന്നെയാണ് അതിൽ നിന്ന് എടുക്കുന്നത്, ഒരു സാധനയാണ്. അവിടെ ദൃശ്യത്തിൽ ഞാനും എന്നിൽ ദൃശ്യവും ഇരിക്കുന്നു എന്ന രണ്ടിൽ ഏതാണ് സത്യം? അറിവിന്റെ തലത്തിൽ ദൃക്കിൽ ദൃശ്യമിരിക്കുന്നു എന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് സ്വരൂപത്തെയാണ് അറിയേണ്ടത്, ദൃശ്യത്തെയല്ല. ദൃശ്യങ്ങളെ പഠിച്ചതറിയില്ല. ഈ പ്രപഞ്ച ഘടകങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങ് ഈ പ്രപഞ്ച അനുഭവത്തിൽ അല്ല അറിവല്ല, അല്ല അറിവല്ല, അല്ല ശൂന്യം അറിവല്ല, ശൂന്യം അറിവല്ല, ശൂന്യത്തിൽ നിന്നുളവാകുന്ന അറിവല്ല. അറിവ് അറിവിൽ നിന്നേ ഉള്ളൂ, ശൂന്യത്തിൽ നിന്നില്ല. അതാണ് അവിടെ അല്ല അറിവല്ല. നല്ല പ്രയോഗമാണ്. ഇത് പഴയ മലയാളമാണ്. ഇപ്പോൾ മംഗ്ലീഷും മണിപ്രവാളവും ഒന്നുമല്ല. ഏതിലേത് എഴുന്നീടും ദൃക്കിൽ നിന്ന് ദൃശ്യമോ ദൃശ്യത്തിൽ നിന്ന് ദൃക്കോ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദ്യം. ദൃക്കിൽ നിന്ന് ദൃശ്യം അറിയപ്പെടുമെങ്കിലും, പ്രപഞ്ച ഘടകങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും, ഈ പ്രപഞ്ചം അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങ് ഇതം വൃത്തിയിൽ, ഇങ്ങ് ഈ പ്രപഞ്ച അനുഭവത്തിൽ, ഇതമെന്ന അനുഭവത്തിൽ അല്ലറിവല്ല,
ശൂന്യത്തിലല്ല അറിയുന്നത്, എൻ്റെ ബോധത്തിലാണ് അറിയുന്നത് എന്ന് തെരഞ്ഞാൽ അറിയാം, അന്വേഷിച്ചാൽ അറിയാം. എവിടെ അന്വേഷിക്കുമ്പോൾ? നമ്മിൽ നോക്കി അന്വേഷിച്ചാൽ. അപ്പൊ നമ്മളുണ്ട് എന്ന അനുഭവം, നമ്മളില്ല എന്ന അനുഭവം ഇല്ല. നമ്മളുണ്ടെന്നുള്ള അനുഭവമുണ്ട്. അപ്പോൾ ദൃക്കിൽ നിന്ന് ദൃശ്യമോ, ദൃശ്യത്തിൽ നിന്ന് ദൃക്കോ, പ്രപഞ്ചഘടകങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് ഉണ്മയിലാണ് അറിയുന്നത്, ഇല്ലായ്മയിലല്ല. ഇത് അന്വേഷിച്ചാൽ അറിയാം. വളരെ സിമ്പിളായിട്ടാണ് ആ അയമാത്മാ ബ്രഹ്മ എന്ന തത്വം നാരായണൻ അവതരിപ്പിക്കുന്നത്. ദൃശ്യവും ദൃക്കിൽ അറിവാണ്. അറിവിന്റെ അപൂർണതയാണ് പ്രപഞ്ചം, അറിവല്ല. പൂർണമായൊരറിവ് ബോധത്തിലാണ്. ശാന്തനായി സദസത് വിലക്ഷണമായ മായയിൽ നിന്ന് മുക്തനായി യോഗി അനുഭവിക്കുന്ന ആ പൂർണ്ണാനുഭവത്തിന്റെ രഹസ്യം എവിടെയാണ്? അതെന്താ? അടുത്തതാണ് ഈ പ്രപഞ്ചബോധത്തിലെ എണ്ണമറ്റ അറിവിലൂടെ പോകുമ്പോൾ അതിന്റെ രഹസ്യം എവിടെയാണ്? അറിവെന്നേ ഇതുമുണ്ട്, അറിവുണ്ടെന്നാലിതെങ്ങു നിന്നിടും, എണ്ണം വേറില്ല, അറിവല്ലാതെങ്കിലെന്തിരിക്കുന്നു, അറിവ് എന്ന് അറിവെന്നുണ്ടോ? അറിവ് എന്നുണ്ടോ? അറിവ് എന്നു മുതലുണ്ടോ? അന്നേ ഉണ്ട് ഇതും. എന്നാണോ അറിവ്, അന്നു മുതൽ ഈ പ്രപഞ്ചമുണ്ട്. കാരണം അറിവ് എപ്പോഴുണ്ടായോ അന്നു മുതൽ അറിയപ്പെടുന്ന പ്രപഞ്ചമുണ്ട്. അപ്പൊ എപ്പം മുതലാണ് ഈ പ്രപഞ്ചം? നേരത്തെ ഒന്ന് ചോദിച്ചു നിർത്തിയിരുന്നു. എപ്പോ അറിവുണ്ടായി അന്നു മുതൽ പ്രപഞ്ചം. അറിവുണ്ടായാൽ അറിയുന്നവൻ എന്ന ആ ധ്രുവം വരുമ്പോഴേ അറിവുണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഒന്നാണ്. ഒന്നായ ആ അറിവിൽ അറിയുന്നവൻ ഉണ്ടായാൽ ബുദ്ധിതത്വം പ്രകാശിക്കേ. ബുദ്ധിതത്വം പ്രകാശിച്ചാൽ പ്രപഞ്ചവും ഉണ്ടാവും. അത് അനുസ്യൂതമായി ഉണ്ടാവും. വെറുതെ ഇരുന്നാൽ മതി, പ്രപഞ്ചവും പ്രപഞ്ചാനുഭവവും ഉണ്ടാവും. ചുറ്റുമുള്ളത് കൊണ്ടുണ്ടാകുന്നതല്ല, ആദ്യം ബുദ്ധിയിൽ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ തന്മാത്രകളും സൂക്ഷ്മരൂപത്തിൽ ബുദ്ധിയിലായിരിക്കുന്നത്. അതാണ് പഴയതും പണ്ടുകാലവും ഇന്നുകാലവും ഒക്കെ ആയിട്ട് വ്യത്യാസം. മുൻകാലങ്ങളിൽ വിവാഹം തീരുമാനിക്കുമ്പോൾ തന്നെ, വിവാഹമെന്ന അറിവ് വരുമ്പോൾ തന്നെ ഭാര്യയിലും ഭർത്താവിലും കുട്ടി എന്നൊരറിവാണ് വരിക. ഇന്ന് കുട്ടി എന്ന അറിവില്ല, ആനിമൽ ഇൻസ്റ്റിങ്സ് എന്ന അറിവേ ഉള്ളൂ. അന്ന് കുഞ്ഞ് എന്നൊരറിവാണ് ഉണ്ടാകുന്നത്. വിവാഹം കുട്ടിക്കാലത്താണ്. വിവാഹം കഴിഞ്ഞ് ഗർഭാധാനം എന്ന സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതിന് സംസ്കാരം എന്ന് പേര് വരാൻ കാരണം മസ്തിഷ്കത്തിൽ കുഞ്ഞ് എന്നൊരു സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരത്തിന്റെ ഫലമായി അഹംബുദ്ധി തന്മാത്രകളെ സൃഷ്ടിക്കും. ശബ്ദത്തിന്റെയും സ്പർശത്തിന്റെയും രൂപത്തിന്റെയും രസത്തിന്റെയും ഗന്ധത്തിന്റെയും
അതാ പിന്നെ സൈഗോട്ടാകുന്നത്, അല്ലാതെ കോസ് എഫക്റ്റ് ഒന്നുമല്ല. അത് തന്നെയാണ് സങ്കല്പം കൊണ്ട് വളരുന്നത്. ഔഷധങ്ങളെ കൊണ്ടല്ല, ശാസ്ത്രങ്ങളെ കൊണ്ടല്ല. ശാസ്ത്രത്തിന് അതിനെ വികലമാക്കാൻ കഴിഞ്ഞേക്കാം എന്നല്ലാതെ നന്നാക്കാനാവില്ല. പറ്റുമായിരുന്നുവെങ്കിൽ പണ്ടുള്ളതിനേക്കാൾ നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിരുന്നു. കഴിയുന്നില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ അങ്ങനെ വാർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോ സങ്കല്പമാണ് അതിനെ വളർത്തുന്നത്. കലലം, ബുദ്ബുദം, കർക്കേന്തു ഈ അവസ്ഥയിലൊക്കെ വളരുന്നത് മാതൃഗർഭത്തിലാണ്. അങ്ങനെ വളർന്ന ആ കുഞ്ഞാണ് എല്ലാമായി വികസിക്കുന്നത്. അപ്പൊ അതില് ഒരമ്മയും അച്ഛനും നിക്ഷേപിക്കുന്ന സങ്കല്പം, ആ സങ്കല്പത്തിൽ സൃഷ്ടമായ തന്മാത്ര, അതിന്റെ വികാസ പരിണാമങ്ങൾ. ഇതാ പ്രാചീനരുടെ ശാസ്ത്രം. ഇന്ന് നേരത്തെ മനസ്സ് നിർദ്ദേശം കൊടുക്കും ഹൈപ്പോതലാമസിന്, ഒരു 5 കൊല്ലത്തേക്ക് കുട്ടി എന്തായാലും വേണ്ട, പിന്നെ ആലോചിക്കാൻ വേണമെന്ന്. പിന്നെ വിവാഹം കഴിഞ്ഞ് നടക്കുമ്പോഴെല്ലാം നാട്ടുകാർ ചോദിക്കും വിശേഷമുണ്ടോ, വിശേഷമുണ്ടോ. ഈ ചോദ്യം കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ സങ്കല്പം ഉൾട്ടയാവും. അപ്പൊ വേണ്ട എന്ന സങ്കല്പവും ആയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന സങ്കല്പവും തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും. അതിന് സൃഷ്ടിയുടെ താളക്രമങ്ങളില്ല. അപ്പോഴാണ് ജ്യോതിഷി, വൈദ്യൻ, ഡോക്ടർ ഇവരൊക്കെ പണിയെടുക്കാവുന്നിടത്തോളം പണിയെടുക്കും. പക്ഷെ ഇവരൊക്കെ പണിയെടുത്താലും ഇതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന സങ്കല്പത്തിലേക്ക് കയറുകയല്ലേ അടിച്ചു കയറ്റുന്നതൊന്നും. ഡോക്ടർക്ക് 2 ഹോർമോൺ അടിച്ചു കയറ്റി കൊടുക്കാം, വൈദ്യന് അമുക്കുരം പാലിൽ പുഴുങ്ങിയരിച്ചു കൊടുക്കാം, ജ്യോതിഷിക്ക് സ്വർണത്തിൽ കുഞ്ഞിനെ ഉണ്ടാക്കി അമ്പലത്തിൽ നിക്ഷേപിക്കാൻ പറയാം. ഏതുകൊണ്ടും ഉണ്ടാകാം, ഏതുകൊണ്ടും ഉണ്ടാകാതെയും ഇരിക്കാം. കാരണം ഇതിനകത്ത് കയറണം സങ്കല്പം. തൽക്കാലം വല്യപ്പനെയും വല്യമ്മയും ഒക്കെ കളിപ്പിക്കാനാണ് ഈ ആശുപത്രിയിലൊക്കെ പോകുന്നത്. വേണ്ട എന്നുള്ളത് അവിടെ തീരുമാനമാണ്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ഞാൻ പോകാത്തത് കൊണ്ടാണ്. സങ്കല്പം ഉണ്ടാവും. ഇങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രാപഞ്ചിക സത്യങ്ങളും ദൃക്കിൽ നിന്ന് ഉണർന്നു വരുന്ന കാണാം. എന്ന് ബോധമുണ്ടായോ അന്നു മുതൽ അതുകൊണ്ട് പ്രപഞ്ചമുണ്ട്, സങ്കല്പമുണ്ട്. ഇച്ഛ, സങ്കല്പം, കാമം, കർമ്മം, ഫലം, ഇതിങ്ങനെ അനസ്യൂതം പെരുകുകയാണ്. അനുസ്യൂതം പെരുകുന്നതായി ഇതിന്റെ ലോകവാകാണ്. അപ്പോ എന്നു മുതലുണ്ട് അറിവുണ്ടെങ്കിൽ അന്നു മുതൽക്കേ അറിയപ്പെടുന്ന പ്രപഞ്ചമുണ്ട്. രണ്ടും ഒന്നിച്ചാ പോകുന്നത്. വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണുമായയുമുണ്ട് എന്ന് പറയും. അതൊരുമിച്ചാ പോകുന്നത്. അറിവുണ്ടെന്നാൽ അറിവായ ആ ബോധം പൂർണ്ണമായി തെളിഞ്ഞാൽ ഇതെങ്ങ് നിന്നിടും, ഇത് അതിലെവിടെ നിൽക്കും? ഇത് ഈ പ്രപഞ്ചം അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് പിന്നെവിടെയാ നിലനിൽപ്പ്? അറിവിന് വെളിയിലുണ്ടോ പ്രപഞ്ചം? ഇല്ല, അറിവിൽ. പിന്നെ വേറെ നിലനിൽപ്പില്ലെന്ന് ഭാവം. അറിവൊന്ന്, ബോധം എവിടെയും ഒന്നു മാത്രം. അറിവ് ഒന്ന്. പച്ച മലയാളത്തിലാ പറയുന്നത്.
പിരിക്കേണ്ടടമൊക്കെ കോമായിട്ട് വേണം, അല്ലെ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ ഇതൊക്കെ മാറും. ഞാൻ വായിച്ചിരുന്ന പോലെ വായിച്ചില്ലെങ്കിൽ പണ്ട് ബോർഡ് വായിച്ച പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? പാലക്കാട് പണ്ട് തിരുവിതാംകൂറിൽ നിന്നൊരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയർ വന്നു. അയാൾ ഇടവഴിയിലൂടെ പോകുമ്പോൾ എഴുതിയിരിക്കുന്നു, ബ്രാഹ്മണർ കൾമട്ടും സാപ്പിടുമിടം. പുള്ളി ചാടി കയറി. ഒരല്പ അകലം ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ കൾമട്ടും സാപ്പിടുമിടം. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ ബോർഡ്, മാഞ്ഞു പോയിട്ടില്ലെന്ന് തോന്നുന്നു പഴയ ആ പലകയില്. ഇയാളവിടെ കയറി തല്ലു വാങ്ങിച്ചു എന്നാണ് കഥ. ഇലക്ട്രിസിറ്റി ബോർഡായതുകൊണ്ട് അവിടെയൊക്കെ തെക്കൊക്കെ നല്ലപോലെ പിടിപ്പിക്കുന്ന കൂടെയാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പൊ ഇത് കിട്ടുമെന്നോർത്താണ് കയറിയത്. കാരണം വേറെ ആരും ഇല്ലാതെ ബ്രാഹ്മണര് മാത്രം ഇരുന്ന് കഴിക്കുന്നിടന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ അക്ഷരമൊന്ന് അകന്നുപോയതാണ്. ബ്രാഹ്മണർകൾ മട്ടും സാപ്പിടുമിടമാണ് എന്ന് പറയുന്ന പോലെ ഇതിനകത്തെ അകലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിന്റ് ചെയ്ത് തന്നതി മാറുകയോ നിങ്ങൾ വായിച്ച് മാറ്റുകയോ ചെയ്താൽ ഇതൊന്നും ചിലപ്പം മനസ്സിലായി എന്ന് വരില്ല. ഇതെന്തൊരു മലയാളം! കാരണം മനോരമ വായിച്ച് വായിച്ച് മലയാളം മരിച്ച നൂറ്റാണ്ടിൽ എന്നിട്ടുള്ള സിനിമാ നടന്മാരെ കൊണ്ടൊക്കെ എന്നെ മലയാളം പഠിപ്പിച്ചത് മനോരമയാണെന്നും മറ്റൊക്കെ പരസ്യം കൊടുക്കുമ്പോ അങ്ങനെയാന്ന് തോന്നുന്നു നിങ്ങളുടെ മലയാളം. ഈ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് പത്രഭാഷയല്ല. ഇതാണ് ശരിയായ മലയാളം. അതിനകത്ത് ഒരു സംസ്കൃത പദമില്ല, ഒരു ആംഗലേയ പദമില്ല. ഭാഷയുടെ അവക്രവും ലളിതവും ആയ ഭാവതലങ്ങൾ മുഴുവനുണ്ട്. മലയാണ്മ പ്രൗഢഗംഭീരയായി അവളുടെ ആ പൊന്നോമന പുത്രന്റെ നാവിൻ തുമ്പിൽ എങ്ങനെ വിളങ്ങിയെന്ന് നാരായണന്റെയും വിദ്യാധിരാജന്റെയും ഒക്കെ മലയാളം കണ്ടു പഠിക്കണം. അതിന്റെ പ്രൗഢി, അതിന്റെ ചാരുത, അതിലെ ഗൗരവം, വൈദിക ശാസ്ത്രങ്ങൾ പോലും ശുദ്ധവും അവക്രവുമായ കൈരളിയിൽ എങ്ങനെ മനോഹരമായി സന്നിവേശിപ്പിക്കാമെന്ന്